ഇടയാക്കി. ദൈവമക്കളെ, നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ആരാധന വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ഓക്കെ, കർത്താവ് വെളിപ്പെടുത്തി തരുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആരാധന വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? അത് ചോദിച്ച ശേഷം വചനത്തിലേക്ക് കടക്കട്ടെ. ആരാധന വെളിപ്പെടുന്നു, വചനം വെളിപ്പെടുന്നു, ശുശ്രൂഷ വെളിപ്പെടുന്നു, ക്രിസ്തു വെളിപ്പെടുന്നു. എൻ്റെ അർത്ഥം എന്താ? മറഞ്ഞു കിടക്കുന്നതാണ് വെളിപ്പെടുന്നത്. ഇന്ന് പകലിൽ ആരാധിച്ചവർ എത്ര പേരുണ്ട്? ആരാധിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആരാധിച്ചല്ലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാധിക്കാന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെ? അതൊക്കെ എങ്ങനെ? എന്നാലും സ്തുതിച്ചു. അതെന്ന് പറഞ്ഞ് എങ്ങനെ ആത്മാവിൽ ആരാധിച്ചു? അമ്മാമ ആത്മാവിൽ ആരാധിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എങ്ങനെയാ? കോൺഷ്യസ് ആകണ്ട, പറയുക, എൻകറേജിങ് യു. പക്ഷെ എങ്ങനെ അമ്മാമ ആത്മാവിൽ ആരാധിച്ചു? എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓക്കെ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, നിങ്ങളൊക്കെ ആത്മാവിൽ ആരാധിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്, തെറ്റിദ്ധരിക്കരുത്. ആത്മാവിൽ ആരാധന വെളിപ്പെടാത്തപ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മൾ സാധാരണ പള്ളി ആൾക്കാർ പോയിട്ട് പോകുന്നത് നമ്മളങ്ങ് പോകും. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തുള്ള മനുഷ്യൻ അവൻ ആക്റ്റീവായി തുടങ്ങും. നമ്മൾ ദൈവസന്നിധിയിൽ വന്നു. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ചിത്രം ആർക്ക് പറയാം? നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം, ആരാധന വെളിപ്പെടട്ടെ, കയ്യടി പോരാ, കീബോർഡ് പോരാ എന്ന് പറഞ്ഞിരിക്കുകയാണോ? അല്ല, കർത്താവ് ആക്റ്റീവാ. യെശയ്യാവിൽ എഴുതിയേക്കുന്ന എന്തുവാ? യെശയ്യാവ് 6 മോനെ വന്നവൻ. യെശയ്യാവ് 6. Are you streaming? Put a bust always when I'm alone. Oh, bust. Be clearer. Okay, ഇത് ചെയ്ത ഇപ്പോൾ പിന്നെ സൗകര്യം പോലെ പോയാൽ മതി. യെശയ്യാവ് 6 ആരാധനയുടെ ഒരു ലക്ഷണമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ആരാധനയുടെ ഒരു ലക്ഷ്യമുണ്ട്. നമുക്കൊന്ന് വായിക്കാം, നമുക്ക് പരിചയമുള്ള ഐസയ 6. ഉസ്യാവ് മരിച്ച ആണ്ടിൽ, ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. നോക്കിക്കേ, സാറാഫുകൾ അവന് ചുറ്റും. നിങ്ങളതൊന്ന് ചിന്തിച്ച്, നമ്മുടെ ബുദ്ധിക്കൊന്നും കൊള്ളത്തില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ഭാവനയുണ്ടല്ലോ. സ്തോത്രം. നല്ലൊരു അപ്പൻ സകല പ്രൗഢിയോടും കൂടെ ഒരു മനുഷ്യനെ വെളിപ്പെടുത്താവുന്നത് പോലെ ഇരിക്കുക. നമുക്ക് വെളിപ്പെട്ടതൊന്നുമല്ല, ദൈവത്തിൻ്റെ തേജസ് വളരെ വലുതാ, ആ മഹത്വം. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ചുറ്റും ദ ത്രോൺ അറൗണ്ട് ഹിം. സറാഫുകൾ, കെരുബുകളുണ്ട്, സറാഫുകളുണ്ട്. ലൂസിഫർ ഒരു കെരുബായിരുന്നു. ഓക്കെ, ഇത് സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ആ 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി നിൽക്കുക, 2 കൊണ്ട് പറന്നു. 6 ചിറകിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന 6 ചിറകും കൊണ്ട് ആ സമയത്ത് പ്രയോജനം നടക്കും. എന്തെങ്കിലുമൊക്കെ നടക്കും അവിടെ. ഒരു ക്രമീകൃതമായ രീതിയിൽ ആക്ടിവിറ്റി നടക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവമായിട്ടാണ് ബന്ധപ്പെട്ട്. ആരാ പറഞ്ഞ്? കർത്താവുമായിട്ട് ബന്ധപ്പെടുക. കറക്റ്റ്. ആരാധനയിൽ നമ്മൾ കർത്താവുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വി ആർ കണക്ഷൻ. ഞങ്ങൾ കൈ കൊടുത്തപ്പോൾ ഇപ്പോൾ വി ആർ കണക്റ്റഡ്. അപ്പോൾ ആത്മാവിൽ എൻ്റെ കൈ കൊണ്ട് കർത്താവിൻ്റെ ദാസൻ്റെ കയ്യിലോട്ടാണ് ഞാൻ പിടിച്ച്. നമ്മൾ ഹസ്തദാനം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. കയ്യിൽ നിന്ന് കയ്യിലേക്ക്, ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് ഓർത്തോണം. സ്തോത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇവർ ആക്റ്റീവാണ്. അടുത്തത്, ഒരുത്തനോടൊരുത്തൻ ഇവർ പറന്ന് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവരിങ്ങനെ അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോൾ ഒരാൾ ഇടത്തുനിന്ന് വലത്തോട്ടും ഒരാൾ വലത്തുനിന്ന് ഇടത്തോട്ടും വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവർക്ക് അവരെക്കുറിച്ചല്ല പറയാനുള്ളത്. പരിശുദ്ധൻ പരിശുദ്ധൻ, നമ്മുടെ ദൈവം പരിശുദ്ധൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അതൊന്ന് ചിന്തിച്ച് നോക്കി എങ്ങനെയാണെന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സറാഫ് നമ്പർ 1 പറഞ്ഞു, സറാഫ് നമ്പർ 2 ഇങ്ങോട്ടും പറഞ്ഞു പരിശുദ്ധൻ
പരിശുദ്ധൻ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കൈ പിടിച്ചേച്ചും നമ്മുടെ ദൈവം സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തുറക്കെ പറഞ്ഞു. നിങ്ങൾ ആ ഓർഡർ ഒന്ന് ചിന്തിച്ച് കർത്താവ് നടുവിലിരിക്കുക, സറാഫുകൾ ഇങ്ങനെ പറന്ന് പോയി. ഒരു സറാഫ് വേറെ, ഞങ്ങളെ സറാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടപ്പോൾ വലിയ സറാഫ് പറഞ്ഞു, എല്ലാവരും ഒരുപോലെ ഉള്ളൂ കേട്ടോ, സറാഫുമാരെല്ലാം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉടനെ മറ്റേ സറാഫ് ഇങ്ങോട്ട് പറഞ്ഞു പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പിന്നെ അവർ രണ്ടുപേരും കൈ പിടിച്ചേച്ചും സൈന്യങ്ങളുടെ യഹോവ സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്തു പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സിലേക്ക് പകരും. ഇപ്പോഴല്ല പിന്നെ എപ്പോഴും നിങ്ങളുടെ ശുശ്രൂഷ ഇത് കത്തും. ശ്രദ്ധിച്ചോ? നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, അന്ന് ഓർത്ത് ദൈവത്തെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ വിളമ്പുന്നതിനേക്കാൾ കൂടുതൽ ദൈവം ഇവിടെ പകരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരുത്തൻ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു, ആർത്തു പറഞ്ഞു. അടുത്തത്, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോൾ അവിടെ മുഴുവൻ കുലുങ്ങിയില്ലേ? നമുക്കതൊന്ന് ചേർന്ന് പ്രതീക്ഷിക്കാമോ? ഇവിടെ അങ്ങ് കുലുങ്ങണം, നടക്കും. അടുത്തത്, അപ്പോൾ ഞാൻ നമുക്ക് 4 വരെ മതി. ഇത് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മിലേക്ക് ശ്രദ്ധ വരുന്നതാണ്, ദൈവം കൊണ്ടുവരുന്ന ശ്രദ്ധ. ചുരുക്കത്തിൽ, നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ, പുതിയ നിയമപ്രകാരം എൻ്റെ ഉള്ളിലുള്ള പുതിയ മനുഷ്യൻ ആക്റ്റീവാകുന്ന സമയമാണ് ആരാധന. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ എങ്ങനെയാകുന്നതാ? ആക്റ്റീവ്, സജീവമായി. ആ ഒരു ആരാധന അമേരിക്കയിൽ വെളിപ്പെടാത്തതാണ് അമേരിക്കയുടെ പ്രശ്നം. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സൗദി അറേബ്യക്കാരെ ഇവിടെ കൊണ്ടുവന്നത്, ഗൾഫുകാരെ ഇവിടെ കൊണ്ടുവന്നത്. അവർക്കിതിൻ്റെ എല്ലാ ഡയമെൻഷൻസും തിയോളജി ഒന്നും അറിയത്തില്ലല്ലോ. അവർ അനുഭവത്തിൽ ഇത് അറിഞ്ഞവരെ കുറച്ചെങ്കിലും. യെസ്. അപ്പം നമ്മൾ ആ ഒരു ആത്മാവിൻ്റെ ആരാധനയുടെ ഭംഗിയിലേക്ക് വരണം. പാരമ്പര്യം പറയുന്ന വേർപെട്ട് ആരാധിക്കുന്നവരിൽ പലരും ഇന്നിതില്ല. 2-3 പാട്ടൊക്കെ പാടി വീട്ടിൽ പോയി അവർ പറയുന്നത്, നിങ്ങൾ പാട്ട് പാടിയാൽ ആത്മാവിൽ ആരാധന ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ടോളും, വചനം ഉണ്ടെങ്കിൽ വെളിപ്പെട്ടോളും. അത് സത്യമാണ്, ഉണ്ടെങ്കിൽ വെളിപ്പെട്ടോളും എന്നുള്ള ഒരു സത്യമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, വിശന്നാൽ എടുത്ത് കഴിച്ചോളും എന്ന് ഏതെങ്കിലും ഭാര്യ പറയൂ? തീരെ വയ്യ, ഫ്രിഡ്ജിലുണ്ട്, അച്ചാൻ വേണേ എടുത്ത് കഴിച്ചോളും, അച്ചാന് കഴിവുണ്ടെന്ന് പറയുന്ന ഭാര്യമാരുണ്ട്, നല്ലതാ. പക്ഷേ എപ്പോഴും അങ്ങനെ പറയൂ? മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർ വേണേ എടുത്ത് കഴിച്ചോളും, ശരിയാ. അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, ഫ്രിഡ്ജിൽ ഫുഡ് വെച്ചിട്ടുണ്ട്, പിള്ളേർ വേണേൽ കഴിച്ചോളും, യെസ്. പക്ഷേ 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിലെ ആഹാരം കുറയുന്നില്ലെങ്കിൽ സ്നേഹമുള്ള അപ്പനും അമ്മയും വിചാരിക്കും, ഇവിടെ പിള്ളേരെ കഴിച്ചില്ലയോ, ചോദിക്കത്തില്ലയോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എടുത്ത് കഴിക്കാൻ അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളോട് പറയട്ടെ. ആത്മാവിൽ ആരാധന വെളിപ്പെട്ടുകൊള്ളും, സത്യമാണ്, അതൊരു സത്യമാണ്. പക്ഷേ ഈ ആർത്തി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, ഈ വിശക്കുന്നവൻ, അതാ നല്ല വാക്ക്. വിശക്കുന്നവന് ഫ്രിഡ്ജ് എവിടാന്ന് അവനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പപ്പായ മമ്മി വീട്ടിലെല്ലാം ഫ്രിഡ്ജ് എവിടാന്ന് പിള്ളേർക്ക് അറിയാമെങ്കിൽ, വിശക്കുന്നവനാണെങ്കിൽ, ദൈവമക്കളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനവും നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചാൽ അത് മാറുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഇത് ഞാനല്ല പറയുന്നത്, എനിക്കറിയാം. ഇതുകൊണ്ടാണ് ആത്മാവിൽ ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും അറിയാതെ പരിജ്ഞാനമില്ലാത്ത ദൈവമക്കൾ മാറുന്നു. ഒരു സാക്ഷ്യം, തിരുവനന്തപുരം സ്ഥലം, കുറച്ച് കടമുള്ള ഒരു ബിസിനസ്സുകാരൻ, കുറച്ചെന്ന് പറഞ്ഞാൽ 54 കോടി രൂപയെ കടമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ബാങ്ക് പൊട്ടി. ബാങ്കിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർക്ക് ബ്രാഞ്ച് കോഴഞ്ചേരിയിലും തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മലയിൽ എന്ന് പറയും എന്നാണ് തോന്നുന്നു അവരുടെ. എനിക്ക് മലയിൽ ബാങ്കുമായിട്ട് എന്തോ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. ദൈവമേ, ഇനി മലയിൽ അല്ലെങ്കിൽ മലയക്കാരെന്നെ അതിൽ അവരല്ല. കോഴഞ്ചേരിയിലും നമ്മുടെ ആ കൊട്ടാരക്കരയിലും ഒക്കെ ബാങ്കുള്ള ഒരു പാർട്ടിയാണ്. പൊട്ടിയപ്പം ഭയങ്കരമായിട്ട് പൊട്ടി, ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ കൊണ്ടിട്ടപ്പം കുറ്റവാളികൾ ആരാണ്ട് പറഞ്ഞു, അച്ഛാ എല്ലാം തീർന്നില്ലേ, യേശുവിനെ ഒന്ന് അന്വേഷിച്ചു കൂടെ എന്ന് പറഞ്ഞു. പുള്ളി ശരി, ഇനി അതായിട്ട് നമ്മളായിട്ട് ഇനി മാറ്റി, യാക്കോബക്കാരനായിരുന്നു, അതായിട്ട് ഞാനായിട്ട് മാറ്റി വെക്കണമെന്ന് ചോദിച്ചു. പുള്ളി യേശുവിനെ വിളിച്ചു, യേശു വിളി കേട്ടു, പുള്ളി പുറത്ത് വന്നു.
പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തും സമ്പത്തും എല്ലാം റിസീവർ പിടിച്ചു വെച്ചിരുന്നു. ഇത്രയും കടം, ബാങ്കല്ലേ, ബാങ്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ യേശുവിനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിസീവർ വിട്ടുകൊടുത്തു. പുള്ളിയുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം വിട്ട് പുള്ളി ഠഗയെന്ന് കടം വീട്ടി. പുള്ളി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരം പോലെ ഒരു വീട് വെച്ച് സന്തോഷമായി കഴിയുന്നു. പുള്ളിയുടെ വീട്ടിലൊരു ആരാധനയുണ്ട്. എനിക്കൊരു ദൂരെ റീന വഴി ഒരു ബന്ധമുണ്ട്, വേണേൽ ബന്ധം പറയാനാണെങ്കിൽ. പുള്ളി പറഞ്ഞൊരു സാക്ഷ്യമാണ്, പാസ്റ്ററെ ഞങ്ങൾ അമ്മച്ചിക്ക് ഒരു ഓപ്പറേഷൻ കടന്നു വന്നു. ഇവർ രക്ഷയിലോട്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഇവർ ഈ പെന്തിക്കോസിത്തരം പഠിച്ചിട്ടില്ല. ഈ പെന്തിക്കോസിത്തരം പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ശുദ്ധമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലതാണ്, നല്ല പാളുങ്ക് പോലെ ഇരിക്കും, തുറന്ന് വർത്താനം പറഞ്ഞാൽ വചനം. ഈ പെന്തിക്കോസിത്തരം കയറുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. അപ്പം ഇവരെ ഇതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഈ ഗൾഫിലുള്ളവർ ഒരു ഗുണം അതായിരുന്നു. ഏതാ? അവിടെ ഒരു പ്രശ്നവും ഇല്ല. അവർ അവർക്കുള്ള ആത്മാവിൽ അവരങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കും. അത് ശുദ്ധമായതൊന്നും അങ്ങോട്ട് കൊടുക്കും. ഈ പെന്തിക്കോസിക്കാരങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും കുളവാക്കി കളയും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ. ഒരു കാര്യം എന്നെ ഓർപ്പിച്ചോണം. ഇന്നൊരു ചെറിയ വിടുതൽ ഇവിടെ നടക്കാനുണ്ട്. ഒരു വിഷയം എനിക്ക് വെളിപ്പെട്ടായിരുന്നു, ഓർപ്പിക്കണേ. അവിടെ നല്ല ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ പുള്ളി ഇത്രയും പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് വലിയ പ്രാർത്ഥനയൊന്നും അറിയാൻ മേല, ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും കർത്താവ് സ്വീകരിക്കത്തില്ല. ഞങ്ങൾക്ക് മനസ്സിലായി മറിയോടുള്ള പ്രാർത്ഥനയൊന്നും ഞങ്ങൾക്ക് അതൊക്കെ അറിയത്തുള്ളൂ. യേശുക്രിസ്തു സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചു. ഞങ്ങൾ അമ്മച്ചിയെ അവിടെ വിട്ടു, ആശുപത്രി കൊണ്ടുവിട്ടു. അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും കാര്യമൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നേച്ചും ഞങ്ങളൊരു പാട്ട് പാടി. ഏതാ പാട്ട്? ലൈറ്റ് വന്നിട്ട് ഏതാ പാട്ട്? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. അതിൻ്റെ ഒരു മലയാളമുണ്ട്. ഏതോ ഒരു ദേവദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്ത നല്ലവൻ എൻ ദൈവം. അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവരിരുന്ന് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. കർത്താവേ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. കുറച്ച് നേരം അറിയാവുന്ന പോലെ കുറേ സ്തുതിയും സ്തോത്രം പറഞ്ഞേച്ചു വീട്ടിൽ പോയി. അന്ന് രാത്രി അത്ഭുതം നടന്നു. സാധാരണ രീതിയെ വിചാരിച്ചതുപോലെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആകേണ്ട ഒരു വിഷയം കോംപ്ലിക്കേറ്റഡ് ആകാതെ സന്തോഷമായി അമ്മച്ചി തിരിച്ചു വന്നു. ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ എന്തോ പ്രശ്നം വന്നപ്പോൾ കർത്താവേ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അടുത്ത ദിവസം റിസൾട്ട് വന്നു. എന്നാൽ പിന്നെ പുള്ളി പെന്തിക്കോസ് തരത്തിൽ കയറിയതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവരും വന്ന് പഠിപ്പിച്ച്, ഇവരുപദേശിച്ച്, നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ച്, അവിടെ ദൂത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അവരും പറഞ്ഞ് ഇവരും പറഞ്ഞ് എല്ലാം കൂടെ കയറി ഇപ്പം പുള്ളി ഏതിൽ നിന്നും പുള്ളിയെ വിടുവിച്ചോ, പുള്ളി തിരിച്ച് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ പുള്ളിയെക്കുറിച്ച് ഞാൻ കേട്ടത് അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. ദൈവമക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആത്മാവിൽ ആരാധന വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു തലമാണ്. ഈ സഭയിൽ അതുണ്ട്. അടുത്ത ഭാഗം ആത്മാവിൽ ആരാധനയെക്കുറിച്ച്. ദൈവദാസന് ചിലപ്പം ഇവിടെ വരുമ്പം വലിയ ആത്മാവിൽ ആരാധന ചാട്ടമൊന്നും കാണിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവദാസൻ വീട്ടിൽ നിന്ന് എങ്ങനെ ആരാധിക്കാൻ നിങ്ങളെ കാണിക്കാനല്ലോ ഞാൻ ആരാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ സഭയെ വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, എൻ്റെ ഉള്ളു കത്തിയാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ കൈയടിക്കുന്നില്ല, ബഹളം ഉണ്ടാക്കി, ഞാൻ കീബോർഡ് വായിക്കുന്നില്ല, പിള്ളേരെ നോക്കും, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്നു. ഇത് പുറമേ നിങ്ങൾ എന്നെ കാണുന്നതാ. എൻ്റെ അകത്തുള്ള തീ നിങ്ങൾ കാണുന്നില്ല. എൻ്റെ അകത്തുള്ള വിഷയം നിങ്ങൾ അറിയുന്നില്ല. അറിയണം. നിങ്ങൾ എൻ്റെ ഉള്ളിൽ അറിഞ്ഞില്ലെങ്കിലും കർത്താവിൻ്റെ ഉള്ളും നിങ്ങളുടെ ഉള്ളുമായിട്ട് കണക്റ്റാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല. ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞ് മുഴുവനായിട്ട് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഞായറാഴ്ച രാവിലെ, ബുധനാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവിലെ ഭവനങ്ങളിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിലാകുവാൻ സാധിക്കും. അതാണ് ആത്മീക പക്വതയുടെ വലിയൊരു ലക്ഷ്യം. രാവിലെ നമ്മൾ ആരാധനയിൽ ഞാൻ ആ പാട്ട് ഒരിക്കൽ ആത്മാവിൽ ജനം ആ ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് വന്നാൽ പിന്നെ പാട്ടൊന്നും പാടണമെന്നില്ല. ഈ പാട്ടെന്ന് പറയും, ഈ ഇടയ്ക്ക് ആത്മാവ് തരുന്ന പാട്ടുണ്ട്, അതല്ലേ നമ്മൾ ഏറ്റുപാടിയത്. ദാറ്റ് ഈസ് ഗുഡ്. അത് ആത്മാവ് ചിലപ്പോൾ പാട്ടുകൾ വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 1-2 പാട്ടും ഒക്കെ പാടി കഴിഞ്ഞാൽ താളമൊക്കെ അങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ജനം അങ്ങ് അപ്പോൾ അവർ നല്ല ആത്മാവിനോട് കയറുമ്പോഴായിരിക്കും പിന്നെ ഞാൻ കീബോർഡും കൊണ്ട് വരുന്നത്. മനസ്സിലായോ? അവർ പിന്നെ ആ പാട്ടിൻ്റെ കൂടെ അവർ ചേർന്ന് അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഓർത്തുകൊള്ളണം, വിശ്വാസത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ് പാട്ട്. പാട്ട് തീർക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. കുഞ്ഞെ, എൻ്റെ ഹൃദയം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറഞ്ഞു. ഇന്ന് ദൈവം നിങ്ങളോട് പറയാം, കുഞ്ഞെ, എൻ്റെ ഹൃദയം നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ. റൈറ്റ്? കർത്താവ് നമ്മളോട് പറയുക. ചിന്തിച്ച്, let me tell a good example.
ഓക്കെ. അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ളതുപോലെ മക്കൾക്ക് അപ്പനോടും അമ്മയോടും സ്നേഹം കാണത്തില്ലായിരിക്കാം എന്നൊരു ചൊല്ലുണ്ട്. ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നതിലെ മക്കൾ അപ്പനെ അമ്മയെ സ്നേഹിച്ചാൽ 6 തിരിച്ചൊഴുകുമെന്നൊരു ചൊല്ല് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം അല്ലേ? ഏതായാലും കൂടുതൽ സ്നേഹിക്കുന്നത് എപ്പോഴും അപ്പനും അമ്മയാണ്, മക്കളെ ആണ്. ദൈവത്തെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. അതിനുവേണ്ടി ഒരു തീവ്ര പരിശ്രമം നടത്തുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് മനസ്സിലാകും, നിത്യമായ സ്നേഹത്താൽ അവൻ നമ്മളെ സ്നേഹിച്ച് അവൻ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കൂടുതൽ സ്നേഹം ആർക്കാ? ഇൻഫാക്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ അവനെ, ആ സ്നേഹം അവനിൽ നിന്ന് ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നത് ആരാ കൂടുതൽ? ഞാൻ യേശുവിൻ്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു എൻ്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ആത്മാവ് നമ്മൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ, സ്നാനം ഒരു വിവാഹം പോലെയാണെന്ന് നമുക്കറിയാം. നമ്മൾ സ്നാനപ്പെട്ട തിരുവത്താഴത്തിന് പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആക്ച്വലി ഇവിടെ ഭയങ്കര തിരുവത്താഴത്തെക്കുറിച്ച് ഭയങ്കര ഡോക്ടറിനും തിയോളജി അടിയും പിടിയും ബഹളം ഒക്കെ ഒരു വശത്ത് നടക്കട്ടെ. ഞാൻ പറഞ്ഞു, അതിനകത്ത് ഒന്നും കയറി ഇടപെട്ടേക്കരുത്. യഥാർത്ഥത്തിൽ തിരുവത്താഴത്തിൽ ആത്മീകമായിട്ട് എന്തായിരിക്കും നടക്കുന്നത്? ആർക്ക് പറയാം? എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് മോനെ മോളേ എന്ന് വിളിക്കുക. ആ ആത്മാവിൻ്റെ ഐക്യം അവിടെ വ്യാപരിക്കുന്നു. ഒരുമിച്ച് ആഹാരം കഴിച്ചു, അങ്ങനല്ലേ കൊരിന്ത്യർ? ഒരുമിച്ച് ആഹാരം കഴിച്ചു, ഒരുമിച്ച് നമ്മൾ അപ്പം നുറുക്കി, അത് ആ ഒരു ഒരുമ, സ്നേഹം, നമ്മൾ ഒന്നാണെന്നുള്ള ചിന്ത അവിടെ സംഭവിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ ഒരുമ ദൈവം കൊണ്ടുവരിക. ഇറ്റ്സ് എ ഹഗ്. ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. നമ്മുടെ അപ്പച്ചൻ നമ്മളെ ഒന്ന് സ്നേഹത്തോടെ നമ്മളെ ഒന്ന് ഹഗ് ചെയ്ത്, പിശാചിനൊട്ടും ഇഷ്ടമല്ല. ഡെവിൾ ഹേറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ഞായറാഴ്ച രാവിലെ നമ്മൾ വന്നു, കൈ പുറകോട്ട് വെച്ചോണേ. ഞാനിങ്ങനെ കൈ കുഞ്ഞു പറഞ്ഞ് കൈ കൊടുക്കുക. അപ്പോൾ ചെറിയാൻ ബ്രദർ പറഞ്ഞു ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ പുള്ളിക്ക് എന്തോ പ്രയാസം ഉണ്ടായിട്ടാണ്. അപ്പോൾ കർത്താവാണ് എന്ത് ചെയ്യും? യേശു ആണെങ്കിൽ എന്ത് ചെയ്യും? മോനെ എന്താ നിൻ്റെ പ്രയാസം എന്തോ? ഞാൻ മാറ്റിത്തരാം, നീ വിശ്വാസി കൈ ഇങ്ങോട്ട് താ. അപ്പോൾ കൈ ഇങ്ങോട്ട് തരും. കൈ ഇങ്ങോട്ട് തരുമ്പോഴാണ് ഈ കൈയെല്ലാം അങ്ങോട്ട് പിടിക്കും. അപ്പോൾ നോക്കണം, ഇപ്പോഴും പ്രശ്നം മാറിയിട്ടില്ല, പ്രയാസം മാറിയിട്ടില്ല, കൈ തരാനേ പറഞ്ഞുള്ളൂ. ഈ കൈ ഇങ്ങോട്ട് തരും, വിശ്വാസത്തിൽ തരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലൂടെ അങ്ങോട്ട് വ്യാപരിക്കുന്നത് എന്തോ? ആ മനസ്സിൻ്റെ വേദനയും പ്രയാസവും എല്ലാം അങ്ങോട്ട് മാറ്റി എഴുന്നേപ്പിച്ച് അങ്ങോട്ട് ചുണക്കുട്ടിയാക്കി അങ്ങോട്ട് മാറ്റുക. ഇത് ആത്മാവിൽ ആരാധന. ഇത് വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും വേദനയും പ്രയാസവും ബുക്കവും ഇതെല്ലാം മാറിയേച്ചും. ഹല്ലേലൂയ. സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. സീ വെൻ യു ആർ റിലീസിങ് യുവർ സെൽഫ്, സിസ്റ്ററെ പിടിച്ച് കെട്ടാൻ ശത്രു പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരാധിക്കണം. യു ഷുഡ് വർഷിപ്പ്. നിങ്ങൾ എന്ന് പറഞ്ഞ സിസ്റ്ററെ വിളിച്ചതല്ല, കുടുംബമായിട്ട് നിങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനത്തിൽ അങ്ങ് ചുറ്റുമുള്ളവരെ നോക്കരുത്. യു ജസ്റ്റ് വർഷിപ്പ്. കാരണം നമ്മൾ ആരാധിക്കാൻ ഈ കൃപയുള്ളവർ നിന്ന് ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ ആരാധിച്ച് പൊയ്ക്കോളും. ആരാധനയ്ക്ക് ഡോക്ടറിനൊന്നും വിഷയമല്ലുണ്ടോ? ആരാധനയ്ക്ക് ഉപദേശരൂപമല്ല പ്രത്യേകത. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ആരാധന ഇട്ടിട്ടുണ്ട്, അതൊന്ന് വെളിപ്പെടുത്തണം. കർത്താവ് ഞായറാഴ്ച രാവിലെ കൈതരും. പ്രയാസമുള്ളവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചെന്ന് പലരുടെ അടുത്ത് ചെന്ന് പോയി തലേ കൈവെക്കുകയും ഒന്ന് റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഇതിനെ കാരണം എന്താ? എന്നാൽ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ബലം പ്രാപിക്കണം. ആരുണ്ടെങ്കിലും ഞാൻ ആരാധിക്കും. യേശു ഉണ്ടെങ്കിൽ ഞാൻ ആരാധിക്കും. അവൻ്റെ കൈ ഞാൻ പിടിക്കും, വിശ്വാസത്തെ സ്റ്റെപ്പ് എടുക്കും, ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ നിങ്ങളെ ലീഡർഷിപ്പിലേക്ക് വിളിക്കുക. ഇന്ന് രാവിലെ നമ്മൾ ആരാധിച്ചപ്പോൾ കർത്താവിൻ്റെ മനസ്സിലേക്ക് ഇട്ട ഒരു വിഷയം, ഞാൻ നല്ല ഒരു ദൂതാണ് നമ്മുടെ സഭയെക്കുറിച്ച് തന്നത്. ആരാധിക്കുന്നവരെ കർത്താവിന് വേണ്ടത്. ഐ കം ആൻഡ് വർഷിപ്പ് മീ എന്ന് പറഞ്ഞാൽ നിൻ്റെ അകമനുഷ്യൻ ബലപ്പെടട്ടെ. ക്രിസ്തുവിനോട് രൂപസാദൃശ്യമുള്ള നിൻ്റെ അകമനുഷ്യൻ ബലപ്പെടട്ടെ. നിൻ്റെ അകമനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ശരിക്കുള്ള ബന്ധനം. ആ ബന്ധനം വരുന്നത് എവിടെ നിന്നാണ്? നിൻ്റെ പുറമനുഷ്യൻ എന്ന ബന്ധനം വരുന്നത്. മനസ്സിലായോ? ആ പുറമനുഷ്യൻ നിന്നെ വിടുവിച്ചു കഴിഞ്ഞു യേശു അല്ലേ? നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? പറ. നമ്മളെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു. ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ മനുഷ്യനാ. പുതിയ മനുഷ്യൻ ഇരിക്കുന്നത് എവിടാ? സ്വർഗത്തിൽ. നമ്മൾ ഇന്നലെയും കേട്ടു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുക. പക്ഷെ സ്വർഗത്തിൽ ഇരിക്കുമ്പോഴും അറിയാതെ ചിലപ്പോൾ അന്വേഷിക്കുന്ന എന്തുവാ? ഭൂമിയിലുള്ളത് അന്വേഷിച്ച് പോവാ.
കർത്താവ് ഇങ്ങോട്ട് അതിനാ ഞായറാഴ്ച രാവിലെ ആരാധന ഇങ്ങനെ കൂടി വരവൊക്കെ വെച്ചിരിക്കുന്നത് എന്താ? ഭൂമിയിലുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. നമ്മൾ പറയുന്നത് എന്താ? കർത്താവെ ആദ്യം ഭൂമിയിലുള്ളതൊക്കെ തീർക്കട്ടെ. മാർത്ത പറയുന്നത് എന്താ? ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഞാനൊന്ന് തീർത്തച്ച് നിന്റെ കാൽപാദത്തിൽ വന്നിരിക്കാം. മറിയ പറഞ്ഞു എനിക്കതൊന്നും വിഷയമല്ല, ഞാൻ ഒന്നാമത് കാൽപാദത്തിലായിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും അവൻ്റെ ആ തേജസ് മുഖം നോക്കി ഇരിക്കുകയും ചെയ്യുമ്പോൾ വേറൊരു വശത്തൂടെ കാര്യങ്ങൾ നടന്നോളും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അധികം. അതിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, നമ്മൾ ശക്തമായി പുതിയൊരു നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സഭ. അതിനാ ദൈവം പിന്നെ ഈ 7 ദിവസത്തെ ഉപവാസം, നിങ്ങൾക്കറിയാമോ, 7 ദിവസത്തെ ഉപവാസം ആരംഭിച്ചപ്പോൾ തന്നെയും യുദ്ധം എന്നുള്ള വാക്ക് പറയല്ല, പക്ഷേ എനിക്ക് ഐ കുഡ് സെൻസ് ദാറ്റ് എങ്ങൊന്നും ഇല്ലാത്തതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതെല്ലാം ഒപ്പോസ് ചെയ്യുന്നത് മുമ്പിൽ നിൽക്കുന്നവരെയാണ്. ബട്ട് വി ആർ ഓവർകമ്മിങ്. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അതിനാണ് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഇനിയും തൊട്ട് പ്രാർത്ഥിക്കണം. പിള്ളേർ ഗിറ്റാർ വായിക്കോ, കീബോർഡ് വായിക്കോ, ഡ്രംസ് അടിക്കോ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. അവരുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുക. 2, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ശ്രദ്ധ വേറെ എങ്ങും പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇങ്ങോട്ട് കയറി വന്നാൽ പിശാചിൻ്റെ ഒരു അടവ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒരാളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തു, ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ അറിയാതെ ആ വ്യക്തിയുടെ പ്രശ്നം എന്തോ, ഇത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ്. ഇത് ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയിൽ വെളിപ്പെട്ടത് എന്നോട് നമ്മുടെ പാസ്റ്റർ ജോർജ് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്ററെ, ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേക സഹോദരി. ആദ്യമൊക്കെ വലിയ ഉത്സാഹമൊക്കെയാണ്, നമ്മുടെയൊക്കെ കൂട്ടായ്മ വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഉത്സാഹമൊക്കെയാണ്. ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പതുക്കെ മിണ്ടാതിരിക്കാൻ തുടങ്ങും. ആദ്യം ഭയങ്കര ആരാധനയൊക്കെയാണ്, പിന്നെ പതുക്കെ മിണ്ടാതിരിക്കും. മുഖത്തൊരു സന്തോഷമൊന്നുമില്ല, ഇതൊന്നുമില്ല. അപ്പോഴത്തേക്ക് അറിയാതെ എല്ലാവരും കൂടെ ഓടിപ്പോയി, അയ്യോ എന്ത് പറ്റും സിസ്റ്ററെ, എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്താ പ്രയാസം വാടിയിരിക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ സമർത്ഥമായിട്ടുള്ള സൈക്കോളജിക്കൽ, എന്ന് ചുരുക്കത്തിൽ അവനവനിലേക്ക് താല്പര്യം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? സഭയിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്നവന് ഒരുവനേ ഉള്ളൂ. ശ്രദ്ധ അവന് മാത്രമേ പോകത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പിശാചിൻ്റെ നാടകം കളികളെ. ഇതൊക്കെ കണ്ടിട്ടാണ് അനേക ഭക്തന്മാരും ശക്തന്മാരും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ ഞായറാഴ്ച ദൈവമക്കൾ സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ദുഃഖവും പ്രയാസം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അവരെ ആരാധിച്ചോളും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരിക്കലും എന്നിലേക്ക് ശ്രദ്ധ വരരുത്. എത്രയൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നു? പൗലോസ് പറഞ്ഞു, പിശാചിൻ്റെ തന്ത്രങ്ങളെ ഞങ്ങൾക്ക് അറിയാത്തതല്ലോ. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോൾ കൂടി വന്നാലും ലെറ്റ് ദ ഫോക്കസ് ബി ഓൺ ജീസസ്. അതാ പിശാചിന് പ്രയാസം. ഞാൻ നിങ്ങളും ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളിവിടെ വന്നിരിക്കുക, ഞാൻ കീബോർഡ് വായിക്കുന്നത്, ഇവിടെ ഞാൻ നിൽക്കുക, കീബോർഡ് വായിച്ചു, ഞാൻ ഈ പാട്ട് ആരംഭിക്കാനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പാട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകും? ഈ പാസ്റ്റർ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്, ഇല്ലേ? ഓർത്തോണം, ശ്രദ്ധ ക്രിസ്തുവിലായിരിക്കുന്ന ആത്മാവ് വെളിപ്പെടാൻ വളരെ എളുപ്പമല്ല. ഫോക്കസ് ബി ഓൺ ക്രൈസ്റ്റ്. ഓക്കെ, കുറച്ച് നാളുകൾ മുമ്പ് വരെയും എൻ്റെ ടെലിഫോണും കാര്യങ്ങളും എല്ലാം ഈ സാധനത്തിനകത്താണ്. ഞാൻ അതിനൊരു പ്രതിവിധി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത്, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് കൊണ്ടുവരാതിരിക്കാനും പറ്റത്തില്ല, കൊണ്ടുവന്നേ പറ്റൂ. ഞാനതിന് പ്രതിവിധി കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇവിടെ ആത്മാവിൽ ആരാധന വെളിപ്പെടാൻ നമ്മളെക്കൊണ്ട് കർത്താവ് കാണിച്ചു തരുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കണം. ആത്മാവിൽ ആരാധന വെളിപ്പം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ചുമ്മാതിരിക്കുകയാണെങ്കിൽ മക്കളെ കൈയടിക്കുകയോ വേദപുസ്തകം വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾ, കാരണം അവർക്കത് അങ്ങോട്ട് വെളിപ്പെട്ടിട്ടില്ലേ, അവരെ കുറ്റം പറയാനൊന്നും നോക്കത്തില്ല. മനസ്സിലാകുന്ന ആത്മാവിൽ ആരാധന വെളിപ്പെടുമ്പോൾ പിശാചിന് വിഷമം. അതിനവന് എന്തെല്ലാം രീതികൾ ചെയ്യാതെ, പക്ഷേ ഇനി ഇവിടെ നടക്കത്തില്ല. ചോനസ്തോത്രം പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിൽ മതി, യേശുവിൽ മതി. ഒരു മനുഷ്യനെ കാണാനല്ല നമ്മൾ വന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഈ ഭാഗം എടുക്കാം. ഫിലിപ്പിയർ 4:16. ഫിലിപ്പിയർ 4:16. 16 മോനെ, നമുക്ക് പരിചയമുള്ളൊരു ഭാഗമായത്. എന്നാൽ ഇതൊന്നും നമ്മളൊന്ന് എക്സ്പൗണ്ട് ചെയ്യുമ്പം
ഇതാണോ? അയ്യോ, 6. താങ്ക് യു 6 മോനെ. ഐ എം സോറി. നമുക്കറിയാവുന്ന ഭാഗമാണ് കേട്ടോ. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളൊന്ന് പറയണമേ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കമോൺ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമുക്കറിയാം. എന്നോട് പറഞ്ഞാട്ടെ, ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഓക്കെ, ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ് കേട്ടോ. ഇങ്ങനൊരു വാക്യം ഒരു ദിവസം എടുത്തേച്ചും ഇത് 2 പ്രാവശ്യം വായിച്ചിട്ട് ഫിലിപ്പിയർ 4:6 ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചാൽ മതി. കാണാൻ പഠിക്കാനൊന്നും മെനക്കെടേണ്ട, തന്നെ മനസ്സിൽ കയറിക്കോളും. എന്നിട്ട് ഇത് ഇങ്ങനൊന്ന് പാരാഫ്രൈസ് ചെയ്യണം, ഇങ്ങനൊന്ന് മാറ്റാൻ പോവുക. എങ്ങനെയാണെന്നറിയാം? പേര് വെച്ചേച്ചും, ഷിജു ആകുന്ന ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഷിജുവിൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി എൻ്റെ അപ്പനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് എഴുതപ്പെട്ടിരിക്കുന്ന അതുപോലെ വായിക്കണം കേട്ടോ. നിങ്ങൾ 4 പേരുടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളറിയാതെ ഇത് പറയരുത്. സ്തോത്രം. എഴുതപ്പെട്ടിരിക്കുന്ന വചനം അതുപോലെ നിങ്ങൾ പറഞ്ഞാട്ടെ, ആത്മാവിൽ പറഞ്ഞാട്ടെ. എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്തുവിൽ നിങ്ങളുടെ പേരോ ഒക്കെ വെച്ചൊന്നു. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ പിതാവിനെ അറിയിക്കുക അത്രേ ചെയ്യുന്നത്. ദൈവമക്കളെ, അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ നാവുകൾ നെഗറ്റീവ് പറയത്തില്ലെന്ന് മാത്രമല്ല, പോസിറ്റീവ് പറയുമെന്നുമല്ല. നിങ്ങളുടെ നാവുകൾ വചനം പറയണം, ശുദ്ധ വചനം പറഞ്ഞു. യു സീ ദ ഡിഫറൻസ്. നിങ്ങളുടെ ശരീരങ്ങൾക്ക് വരുന്ന വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വചനം ധ്യാനിക്കും. വചനം ധ്യാനിക്കുക എന്ന് പറയുന്ന വാക്ക്, ഗ്രീക്ക് വാക്കിൽ അതിൻ്റെ ഒറിജിനൽ വാക്ക് ഞാൻ ഓർക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ടു അട്ടർ, ടു മട്ടർ ആൻഡ് ടു സ്പീക്ക്. അട്ടർ എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെ കീഴിൽ നമ്മൾ എന്ന് പറയുന്നു, ചെറുതായിട്ട് ശബ്ദം പുറത്ത്. ടു അട്ടർ, ടു മട്ടർ, MUTT. ടു അട്ടർ മീൻസ് സാവകാശത്തിൽ അത് പറയുക. മറ്റേത് ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും ബാധിലും നമ്മുടേതായ രീതിയിൽ പറയാന്നുള്ളത്. ടു അട്ടർ മീൻസ് അട്ടറൻസ്, ഉച്ചാരണം. നിങ്ങൾ പൗലോസ് പറയുന്നുണ്ട് ഒരല്പം കൂടെ വ്യക്തമായി, ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല. ഓക്കെ, എന്നിട്ട് പറയുക, വിശ്വാസത്തിൽ. ഇതാ ധ്യാനം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ധ്യാനം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ നാവ് കൊണ്ട് പറയുകയും നാവ് കൊണ്ട് ചെയ്യുകയും കാര്യം. വെറുതെ ഒരിടത്തിരിക്കുക എന്നുള്ളതല്ല. പലരും ധ്യാനത്തിന് പോയിട്ട് അവിടെ ഇരുന്ന് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ധ്യാനം, ക്രിസ്തുവിലുള്ള ധ്യാനം, അത് ആക്റ്റീവാണ്. ടു അട്ടർ, ടു മട്ടർ, ടു സ്പീക്ക്. എന്നോടൊന്ന് പറഞ്ഞേ, മെഡിറ്റേഷൻ മീൻസ് ടു അട്ടർ, ടു മട്ടർ ആൻഡ് ടു സ്പീക്ക്. ഓക്കെ, കിട്ടി. അപ്പം നമ്മളത് ചെയ്തല്ലോ. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിന് ആവശ്യമായത് ഇതിനകത്തുണ്ട്. രാവിലെ 4 മണിക്കും 5 മണിക്കും പോയി മീൻ മേടിക്കുന്ന എത്ര പേരോട് ഉണ്ട്? ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പോകായിരുന്നല്ലോ. ഓക്കെ, കടയിൽ പോയി ചിക്കൻ മേടിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ട്. നിങ്ങളൊരു കടയിൽ പോയി ബീഫ് മേടിക്കുന്ന ആരെങ്കിലും ഇവിടെ? ബീഫിന് വലിയ വിലയല്ലേ? നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഒരു പക്ഷേ വലിയ ഒരു പീസ് ഓഫ് ബീഫായിരിക്കും അല്ലേ? അത് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ മേന്മയേറിയ, ചവില്ലാത്ത, മുറിക്കേണ്ടാത്ത, ട്രീറ്റ് ചെയ്യേണ്ടാത്ത ശുദ്ധമായ ആഹാരമാണിത്. ഇതിൽ നിന്നും പാലും നമുക്ക് കുടിക്കാം, കട്ടിയായിട്ടുള്ളത് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. സ്തോത്രം. ദൈവവചനത്തിൻ്റെ ഒരു മാജിക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ഒരു അത്ഭുതമായത്. ഇതേ വാക്യം കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ ആത്മീക ശൈശവത്തിലുള്ളവരെ നമുക്ക് വലിയ മഹാന്മാരെ ഇതുകൊണ്ട് തന്നെ, അതാ ദൈവത്തിൻ്റെ പദ്ധതി. ഫീലിംഗ് കോൾഡ്? യു നീഡ് സം ഹീറ്റർ ആണോ? അവിടെ ഉണ്ട് ഹീറ്റർ.
I want you to listen. കേൾക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക. മോനെ ഇതൊന്ന് കൊടുക്കുക. Can you give it? അച്ഛാ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇവിടെ ഞാൻ നോക്കട്ടെ, 3 വാക്യങ്ങൾ ഞാൻ കാണുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? 1, 6ഉം 7ഉം കൂടെ ഒന്ന് വായിച്ചിട്ട് വേഴ്സസ് 6 and 7 ഒന്ന് വായിച്ച്, ഇതിനോട് ചേർത്ത് 7ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഓക്കെ. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്പർ 1, ഒന്നിനെക്കുറിച്ചും എന്നുള്ള വാക്ക്. 2, എല്ലാറ്റിലും എന്നുള്ള വാക്ക്. 3, ഇപ്പൊ വായിച്ചത് സകലവും എന്നുള്ള വാക്ക്. ഒന്നിലും എന്ന് പുള്ളി പറഞ്ഞു തുടങ്ങി. ഒന്നിനെക്കുറിച്ചും എന്ന് പറഞ്ഞത് എല്ലാറ്റിലും എന്നുള്ള വാക്ക്, സകലത്തിലും എന്നുള്ള വാക്ക്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും എന്ന് പറഞ്ഞു, സകലത്തിലും എന്ന്. 3 ലെവൽ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. 3 ലെവൽ കാണാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. വീണ്ടും വീണ്ടും നമ്മളിത് വായിച്ചാൽ നിങ്ങൾക്ക് കർത്താവ് നേരിട്ട് ചിലത് പകരും. ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കാം. നിങ്ങളുടെ മനസ്സുകൾ ഈ വചനം കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവമക്കളെ പറയട്ടെ, നമ്മുടെ ബോധ മനസ്സിനെ എത്രത്തോളം ദൈവവചനം കൊണ്ട് നിങ്ങൾക്ക് നിറയ്ക്കാമോ അത്രത്തോളം നിങ്ങളുടെ ആത്മിക ജീവിതം ഒരു അനുഗ്രഹമായി തീരും. പരിശുദ്ധാത്മാവിനോട് ഓടിക്കളിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വേണേൽ പറയാം. പരിശുദ്ധാത്മാവിന് നല്ലതുപോലെ നിങ്ങൾ ലെറ്റ് അവർ മൈൻഡ്സ് ബി ഫിൽ. പിള്ളേരെ ബൈബിൾ പഠിപ്പിക്കാനിരിക്കേണ്ട. ഈ പിള്ളേർ നല്ല രസമായിട്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബൈബിൾ പഠിക്കണം. ഇങ്ങനെ ഇതൊക്കെ പഠിച്ച് എപ്പോഴും ഇന്നത്തെ ദിവസം മുഴുവൻ ഇതങ്ങ് പറഞ്ഞേച്ചാൽ മതി, ധ്യാനിച്ചേച്ചാൽ മതി, പറഞ്ഞുകൊണ്ടിരുന്നേച്ചാൽ മതി. സ്തോത്രം. ദൈവം കത്തിക്കും. നിങ്ങൾ ഉള്ളി കത്തൽ തരും. നോക്കിക്കേ, ഇത് മിനിമം ഒരു 5 പ്രാവശ്യങ്ങൾ ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇല്ലേ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. എന്നാൽ ഇന്ന് ഞാൻ പറയാത്തൊന്ന് പറയാൻ പോവാ. 1, നമ്പർ 1, ഒന്നിനെക്കുറിച്ചും ഇംഗ്ലീഷിൽ നത്തിങ്. 2, എവറിത്തിങ്. ഇംഗ്ലീഷിൽ പറയാം. ഇംഗ്ലീഷ് ഇവിടെ അറിയാൻ മേലാത്ത ആരുമില്ലല്ലോ. നത്തിങ്, എവറിത്തിങ്. മോനെ 7 എന്തോ പറയുന്നത്? all understanding. സകലം. Okay, can you give me 2 verses at the same time? Is it possible? If you look into the tabs or the settings, it be possible. നോക്കിക്കേ, ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടെ ഇതിനകത്ത് നല്ലത്. നമ്പർ 1, നത്തിങ്, ഒന്നും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മ കർത്താവിന് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു എടുത്തോട്ടെ നിങ്ങളുടെ സമ്മതത്തോടെ. ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല കർത്താവ് പറയുന്നെങ്കിൽ ഒന്നുമില്ലാത്ത കർത്താവിന് കൊടുക്കുക. അങ്ങനെ പറയുന്നവരുണ്ട്, എനിക്കറിയാം. ഒന്നുമില്ല, ഒന്നും ശരിയല്ല, ഓക്കെ സമ്മതിച്ചു, കുറ്റം ഞാനായിട്ട് കുറ്റം വിധിക്കുന്നത്. അത് പക്ഷേ കർത്താവിന് സമർപ്പിച്ചോ. ഈ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന്. വീടില്ല, കാറില്ല, ആരോഗ്യമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ സമ്മതിച്ചു. അവനവനാണ് അവനവൻ്റെ ജീവിതം വിധിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഓക്കെ, പക്ഷെ അത് ദൈവത്തിന് കൊടുത്തേക്കാൻ. കാരണം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് വചനം മിനിസ്ട്രി ചെയ്യണം. കൃപയാൽ ഈ സഭയിലുള്ള 99% ആൾക്കാരും ദൈവത്തോട് നന്ദിയുള്ളവരെ. ഞാൻ അതിലേറെ സന്തോഷവാനാണ്. ഒന്നുമില്ലെങ്കിലും സ്തോത്രം എന്ന് പറയുന്നവരിവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ദൈവത്തെ, എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ജീവനാണ്. കാരണം അവർ പോലും അറിയുന്നില്ല അവരുടെ ഉള്ളിൽ വലിയ നന്മയുണ്ട്. ഓക്കെ, താങ്ക് യു മോനെ, അപ്രീഷിയേറ്റ് ദാറ്റ്. 7, 8 വന്നേ. ട്രൈ 6 and 7. ഒന്നുമില്ല എന്ന് പറയരുത്. ഒന്നുമില്ലെന്ന് ഇനി പറയാൻ ജന്മനാ ഒന്നുമില്ല എന്നുമില്ല എന്ന് പറഞ്ഞ പരിചയമെങ്കിൽ ഞാനായിട്ട് ഇനിയും കുറ്റം വിധിക്കുന്നില്ല. പക്ഷെ അത് ദൈവത്തിന് അങ്ങ് സമർപ്പിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കില്ല, അതില്ല, ഇതില്ല, അത് കർത്താവിനോട് പറഞ്ഞേര്, കർത്താവ് നല്ലതാക്കി തീരും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഒന്നുമില്ലല്ലോ ഉണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. ഈ ജീവനുണ്ടല്ലോ, എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ, കൈയും കാലും ഉണ്ടല്ലോ, എനിക്ക് ചെവി കേൾക്കാമല്ലോ, കണ്ണ് കാണാമല്ലോ, എനിക്ക് സൗന്ദര്യമുണ്ടല്ലോ. ആരാധിച്ചപ്പോൾ വന്ന ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കണം. നമ്മളെല്ലാവരും നമ്മുടെ മുഖം, ഇത് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്, തിരിച്ചു വരാം. സന്തോഷത്തോടെ കേൾക്കുക. ഒന്നുമില്ലാത്തതിനെ കുറിച്ച് സ്തോത്രം പറയാനാണ് പറഞ്ഞത്. ആരാധിച്ചപ്പോൾ വന്നൊരു വിഷയം ഇതായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ മുഖം കണ്ണാടി നോക്കുന്നവരാ അല്ല? അങ്ങനെ അല്ലാത്ത ആരുമില്ലല്ലോ. എന്തിനാ മുഖം കണ്ണാടി നോക്കുന്നത്? നമ്മൾ നല്ലതാണോ എന്ന് കാണാൻ, വൃത്തിയാണോ, പ്രസൻറ്റബിൾ ആണോ എന്ന് കാണാനല്ലേ? എന്നാൽ ഒന്നിലധികം പ്രാവശ്യം കണ്ണാടി നോക്കുന്നവരുണ്ട്. അവർക്കറിയാം
എപ്പോഴും നമ്മൾ സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കത്തില്ലെന്നും അറിയാം അല്ലേ? ഉറക്കം ശരിയായില്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മുടെ ബ്യൂട്ടി കർത്താവ് എന്നോട് പറഞ്ഞത് എന്നാണെന്നറിയോ? ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച്, എൻ്റെ സൗന്ദര്യത്തിന് മാറ്റമില്ല, മൈ ഫേസ് ഐ ആം ദ സെയിം. ആ ദൂത് പറഞ്ഞല്ലോ, ഞാൻ ആരാധന വന്ന ദൂത് നിങ്ങളെ അറിയിക്കുക. ഓക്കെ, ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹീ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം. ഹാൻസം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചാൽ പോലെ, ഹീ ഈസ് വാട്ട് ഹീസ്, അവനായിരിക്കുന്നു. ഓക്കെ, അത് നിങ്ങളെ അറിയിക്കുക. സ്തോത്രം. ആരാധന വെളിപ്പെട്ട് വന്നത് നിങ്ങൾ ആരാധിച്ചപ്പോൾ, നമ്മൾ ആരാധിച്ചപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തി നിങ്ങളോട് പറയാം. അവൻ്റെ മുഖത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഉടനെ അവൻ്റെ മുഖം കറക്കുകയല്ല, നമ്മുടെ മുഖമാണ് കറക്കുന്നത്. അവൻ്റെ മുഖം കറക്കത്തൊന്നുമില്ല. സ്തോത്രം. ഓക്കെ, സോ കം ബാക്ക്. ഒന്നിനെക്കുറിച്ചും ഫോർ നത്തിങ് എന്നുള്ള വാക്ക് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തു കൊള്ളണമേ. ഈ നത്തിങ് നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, എത്ര വൃത്തിയുള്ളതാണേലും മുറിയുടെ ഭാഗത്ത് ഒരു വലിയ ഓട്ട വെച്ചിരിക്കുന്നത് പോലെയാണ്. വെള്ളം എത്ര ഒഴിച്ചാലും എന്തില്ല, ഒന്നുമില്ല, വേഗത്തിൽ അതങ്ങ് പോവും. നമ്മുടെ മനസ്സിനകത്തും ഹൃദയത്തിനകത്തും ദൈവം എല്ലാതും ഇട്ടിരിക്കുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്പമുള്ളതാണേലും വർദ്ധിച്ചു വരും. ഇതൊരു ആത്മീകമായ പ്രിൻസിപ്പിളാണ്. ഇതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഉള്ളവന് കൊടുക്കുമെന്ന്. കേട്ടിട്ടുണ്ടോ? നമ്മൾ കമ്മ്യൂണിസം പഠിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിൽ. നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഒന്നുപോലെ രണ്ടാമത്തിന് ചെങ്കടി പൊക്കുന്ന പ്രബുദ്ധരായ വിഡ്ഢികളായ മലയാളികളുടെ കൂടെ നമ്മളായിരുന്നത് കൊണ്ട്, ഒരു കാലത്ത് വിഡ്ഢികളായിരുന്നു. നമ്മൾ പറയും, ഇവിടെ ഒരുത്തനെ ഞാൻ പൊക്കത്തില്ല, ഒരുത്തനെങ്ങാണ് ഇവിടെ മാനേജ്മെൻറ്റ് അവനെതിരെ പൊങ്ങും എന്ന് പറഞ്ഞ വിഡ്ഢികളായ മലയാളികളായിരുന്നു നമ്മൾ പണ്ടായിരുന്നത് കൊണ്ട്, നമ്മൾ ഇങ്കുലോ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ട് നമ്മൾ പറയും നമ്മളെല്ലാവർക്കും തുല്യം എന്ന. ദൈവം അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. സ്തോത്രം. എല്ലാം മനസ്സിലായോ? ഞാൻ ഉള്ളവന് കൊടുക്കും. അപ്പോൾ ദൈവം എന്താ കരുണയില്ലാത്ത ക്യാപിറ്റലിസ്റ്റ് ആണോ? അല്ല. അല്പമുള്ളത് സ്തോത്രം ചെയ്തവന് പിന്നെയും കൊടുക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് പോയൊരു കഥ പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്നാലും പറയാൻ പോവാ. എൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി, ഭർത്താവ് ഡോക്ടറാ, ഭാര്യ ജോലി ചെയ്യുന്നില്ല. അവർ കോലാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. എവിടെ? കർണാടകയിൽ കോലാർ ഗോൾഡ് ഫീൽഡ്സ് കേട്ടിട്ടുണ്ടല്ലോ. പുള്ളി അവിടെ ഒരു ഹോസ്പിറ്റൽ, ETCM ഹോസ്പിറ്റൽ പുള്ളി ജോലി ചെയ്യുക. അന്നത്തേക്കാൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ പുള്ളിക്ക് ഒരു ഡോക്ടർ നിലയ്ക്ക് പുള്ളിക്ക് കിട്ടുന്ന ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ, അന്നത്തെ കാലമാണ്, 70കളിലാണ് പറയുന്നത്. പുള്ളിയുണ്ട്, പുള്ളിയുടെ ഭാര്യയുണ്ട്, ഹാപ്പി. പുള്ളി വളരെ ഹാപ്പിയാണ്. പുള്ളിയുടെ ജോലിക്ക് പോകുന്നു വരുന്നു. പുള്ളിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് പുള്ളി മർത്തോമക്കാരനായിരുന്നു. എങ്കിലും കൃത്യമായിട്ട് പുള്ളി ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കും. പുള്ളി എൻ്റെ ഒരു മാവനാണ്. പുള്ളിയെ ഞങ്ങൾ ദശാംശത്തെക്കുറിച്ച് സംസാരിക്കും. പുള്ളി പറഞ്ഞ ദശാംശത്തെക്കുറിച്ച് സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമെങ്കിൽ ഞാൻ പറയാം. പുള്ളി കൃത്യമായിട്ട് കൊടുക്കും. ഞാൻ പുള്ളിക്കാരി കണ്ടൊരു കാര്യമുണ്ട്, ഒരൊറ്റ കാര്യം പുള്ളിക്കാരി എടുത്ത് കളയത്തില്ല. എന്തു ചെയ്യും? എടുത്ത് കെട്ടിവെക്കും. എന്നിട്ട് വസ്ത്രമാകട്ടെ എന്തുമാകട്ടെ ഉപയോഗിക്കാൻ കൊള്ളാത്തത് എടുത്ത് വൃത്തിയാക്കി കെട്ടിവെച്ചിട്ട് അർഹരായ ആരെങ്കിലും കണ്ടാൽ സന്തോഷത്തോടെ കൊടുക്കും. ചോദിക്കും, ഇത് പഴയതാ? സന്തോഷം അമ്മ. അവിടുത്തെ ആൾക്കാർ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. സന്തോഷം അമ്മ. അവർ സന്തോഷത്തോടെ കൊണ്ടുപോകും. ഓക്കെ, ഇവർക്ക് ഒന്നിനും ഒരിക്കലും മുട്ടുണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഹാപ്പി. കുടുംബ പ്രാർത്ഥനയുണ്ട്. പുള്ളിക്കാരിക്ക് ജോലിയില്ല, പുള്ളിക്കാരൻ വലിയ ജോലിയൊന്നുമില്ല. ഇതാ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, കേട്ടോണം, ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മറ്റൊരു വ്യക്തി പുള്ളിയോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? പുള്ളിക്ക് വലിയ മലയാളമൊന്നും അറിയാൻ മേലെ. ഞങ്ങളെപ്പോഴും ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പിയായ പോരല്ലോ. ഈ പിന്നെ പെങ്കൊച്ചിനെ കെട്ടിക്കാനൊക്കെ വില, അത് സ്വത്തൊക്കെ വീട്ടിൽ പുള്ളി ശുദ്ധനാണ്. ഒക്കെ അത് ഉണ്ടല്ലോ, അവിടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. പുള്ളിക്ക് മലയാളം ശരിക്കും വരത്തൊന്നുമില്ല. ചെറുപ്പത്തിൽ അങ്ങനല്ല. ഡോക്ടർമാർ വെറുതെ ഇരുന്നാൽ പോരാന്നും പറഞ്ഞേച്ചും പുള്ളിയുടെ ഒരളിയൻ പുള്ളിയോട് പറഞ്ഞു, ഒരു അഡ്മിഷൻ ഇവിടെ കൊടുത്തു, ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തേര്. കാബൂസ് ഹോസ്പിറ്റൽ, മസ്കറ്റുള്ള കാബൂസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തോന്നുന്നു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. പുള്ളി വലിയ പഠിത്തമുള്ള മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ വെറും ഡോക്ടറല്ല, പുള്ളി MRCP ആണ്, മെമ്പർ ഓഫ് ദ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് അന്നത്തെ കാലത്ത്. ഓക്കെ, പുള്ളി അവിടെ പോയി, കാബൂസ് ഹോസ്പിറ്റലിൽ പോയി. ഇന്ന് എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, ബാംഗ്ലൂരിൽ, ഡൽഹിയിൽ ഒരു 2-3 തലമുറയ്ക്ക് ചുമ്മാതിരുന്ന് ആഹാരം കഴിക്കാനുള്ളത് അവർക്കുണ്ട്. പുള്ളി ഇപ്പോഴും ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയോ? പുള്ളി ഇപ്പോഴും പഴയ മിഷൻ ഫീൽഡാണ്, അതൊരു മിഷൻ ഫീൽഡാണ്, ഇവരുടെ മിഷൻ ഫീൽഡിൽ പോയി പുള്ളി ഹാപ്പി ആയിട്ട് കഴിയുന്നു. പുള്ളി, എനിക്ക് തോന്നുന്നു ശമ്പളം ഒന്നും മേടിക്കുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇപ്പോഴും നല്ല ഹാപ്പിയായിട്ട് ഡോക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നിനും ഒരു കുറവില്ല. അവർ ദൈവത്തെ വിളിക്കുന്നു. ഒരു പ്രാവശ്യം PG അംഗങ്ങളിന് കൊടുക്കാൻ അവർ എൻ്റെ ഒരു ചെക്ക് തന്നു. ഞാൻ ചെക്കൊന്ന് കാണാനിടയായി. ഇവിടെ പറയുന്നില്ല. അവർക്കുള്ളത് അവർ ദൈവത്തിന് അന്തസ്സോടെ കൊടുത്തു. അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു കുറവില്ല. സാമ്പത്തികമായി ദേ ആർ ഓക്കെ. അവർക്കൊരു ഗുണം ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കൊന്നുമില്ലാതിരിക്കുന്നില്ല, അവർ സ്തോത്രം പറയും.
അവരാഹാരം കഴിക്കുന്നത്, ഞാൻ കുടുംബത്തോട് ഒരുമിച്ച് അവരാഹാരം കഴിക്കുന്നത്, ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ അവർ വിസിറ്റ് ചെയ്യാമോ, കർത്താവെ, പുള്ളിയുടെ പ്രാർത്ഥനയാണ്, ഈ ആഹാരം തന്നതിനായി സ്തോത്രം, ഇത് ഭക്ഷിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ആമേൻ. ഇതുണ്ടാക്കിയ കാര്യങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ആമേൻ. ഈ മലയാളം കേട്ടാൽ നമുക്ക് ചിരി വരുമെങ്കിൽ എനിക്ക് വലിയ ബഹുമാനമാണ് പുള്ളിയെ. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ, ആയുഷ്കാലം മുഴുവൻ നല്ലത് കണ്ടാലും ഒന്നും കാണത്തില്ല. നമുക്ക് ചേർന്ന് പറയാം, എനിക്ക് ക്രിസ്തുവിൽ എല്ലാമുണ്ട്. പറഞ്ഞാട്ടെ, എനിക്ക് ക്രിസ്തുവിൽ എല്ലാമുണ്ട്, എനിക്ക് ക്രിസ്തുവിൽ എല്ലാമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നാമത്തെ വിഷയം ഒന്നിനെക്കുറിച്ചും. ഓക്കെ, നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇല്ലായ്മയോ കുറവുകളോ ഒക്കെ കണ്ടേക്കാം, സ്വാഭാവികം. പക്ഷേ മനസ്സിലാക്കണം, നികത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. 2, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലാത്തിലും, അടുത്ത പോയിന്റാ, എല്ലാത്തിലും, ഇൻ എവ്രിതിങ്. ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റിയാണ് കേട്ടോ. നരകം ഈ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയുടെയും കേവലം ഇച്ചിരി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ആത്മീകമായ ദൈവത്തിൻ്റെ വലിയ ഘടനയിൽ നരകത്തിനുള്ള സ്ഥാനം ഇച്ചിരിയേ ഉള്ളൂ. അത് നിറച്ച ആൾക്കാരാ കൊണ്ടുപോകാൻ ആ പിശാച് നോക്കുന്നത്, മനസ്സിലായോ? ഒരു KSRTC ബസ്സിനകത്ത് ലോകത്തിലുള്ള ചങ്ങനാശ്ശേരി മുതൽ തിരുവല്ല വരെ പോകുന്ന ആ റൂട്ടിൽ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ട്? ചങ്ങനാശ്ശേരി തിരുവല്ല അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉള്ള ഏരിയയായ എത്ര പേര് അതിനകത്ത് ഇടിച്ച് കയറുന്നത്. അതുപോലാണ് നരകം. ഇച്ചിരി സ്ഥലമുള്ളെങ്കിലും പിശാച് പെട്ടിച്ചിടിച്ച് ഈ പ്രൈവറ്റ് ബസ് ഇനി സ്ഥലം ഉണ്ടെന്നേ, ഫുട്ബോൾ കളിക്കാനല്ലേ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇടിച്ച് കേട്ടത്തില്ല. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പോകാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് ഞങ്ങളൊക്കെ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ അതിന് മുമ്പിൽ അച്ഛാ. ഇനി മേളിൽ കയറി ഇരിക്കാൻ നമ്മൾ റെഡിയാ. സ്വതന്ത്രം. വണ്ടി വിട്ടുപോയ പുറകിലുള്ള ലാഡറെ പിടിച്ച് നമ്മൾ പോകാൻ റെഡിയാ. സ്വതന്ത്രം. എന്നാൽ അതിനകത്ത് കയറിയാലുള്ള പ്രയാസം നിങ്ങൾക്കറിയാം. എന്തൊരു ബുദ്ധിമുട്ടാണ് അതിനകത്ത് കയറാൻ. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഓക്കെ, സ്വർഗം അങ്ങനല്ല. ദൈവത്തിൻ്റെ ഘടനയിലെ വിശാലതയിലെ ഒരു മൂല മാത്രമാണ് നരകം. സ്വർഗം എല്ലായിടത്തുമുണ്ട്. എല്ലാറ്റിലും എന്ന വാക്ക് നിങ്ങൾ പറയുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ പിന്നിട്ട ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ നന്മകളും നിങ്ങളുടെ തലമുറകളും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തമായി തരാൻ കഴിയുന്ന ദൈവത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ അറിയണം, ഞാൻ പലപ്പോഴും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാ തലമുറയിലും ഒരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം എവിടോ 6, 7, 8 തലമുറ മുമ്പ് ഏതോ ഒരു വല്യമ്മച്ചി കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അല്ലയോ എവിടെ ഇതിലേതായിരുന്നു വല്യമ്മച്ചി? നമ്മൾ പുറകോട്ട് പോയാൽ നമുക്കൊക്കെ അങ്ങനെ അതൊരു കാരണമാണെന്നേ ഉള്ളൂ. ദൈവം നമ്മളെ കണ്ടതാ, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതാ. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാം, ഏതെങ്കിലും എവിടെങ്കിലും ഒരു വല്യമ്മച്ചി കണ്ണുനീർ ഒഴുക്കിയപ്പോൾ അമ്മച്ചി അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കണ്ണുനീർ ഒഴുക്കിയത്. പക്ഷേ ആ കണ്ണുനീര് കർത്താവിൻ്റെ കൈ വന്നപ്പോൾ കർത്താവ് അത് സകലവുമാക്കി, തലമുറയ്ക്കാക്കി. അതുകൊണ്ടുകൂടാ നമ്മളിവിടെ നിൽക്കുന്ന. സ്തോത്രം. ചിലപ്പോൾ നമ്മളെപ്പോലെ ആത്മാവിലാകാനും പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത അറിയാമെന്നൊന്നും അതുങ്ങൾക്കന്ന് വെളിച്ചം കിട്ടില്ല. പക്ഷെ അതുങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, മുട്ടുകുത്തിയാ കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം. യെസ്. അന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുമ്പിൽ എന്തുണ്ടായിരിക്കാം? കർത്താവ് ഇന്ന് അത്താഴത്തും ദൈവം നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നില്ല. ഞാൻ നല്ല അർത്ഥത്തിലേ എടുക്കാം. നമ്മളൊക്കെ ഇപ്പോൾ അമേരിക്ക വന്നു, നമ്മുടെ പിള്ളേരൊക്കെ ഇംഗ്ലീഷും ഒക്കെ പറയുന്നു, നമ്മളൊക്കെ ആഷ് പുഷ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, 16ഉം 17ഉം തലമുറയിൽ നസ്രാണി സ്ത്രീകൾക്ക് ശ്രമിക്കണേ, നിങ്ങളുടെ ബഹുമാനത്തോട് പറയുകയാണ്, മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എത്ര പേർക്ക് ഈ സത്യം അറിയാം? യെസ്. നമ്മുടെ വല്യമ്മച്ചിമാര് ഇന്ന് നമ്മുടെ ഭാര്യമാരെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി നമ്മുടെ അപ്പച്ചന്മാർ കൊണ്ടു നടന്നത് നിങ്ങൾക്ക് വിചാരിക്കാമോ? അതുകൊണ്ടാണ് വീട്ടിൽ അകത്ത് കയറി ആരെങ്കിലും വീട്ടിൽ വന്ന് അകത്ത് കയറിപ്പോടി എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങിയത്. അതുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ പെൺകുച്ചുങ്ങളും ആൺകൊച്ചുങ്ങളൊക്കെ ദർ ഇസ് നോട്ട് മച്ച് ചേഞ്ച്. പക്ഷെ പ്രായപൂർത്തിയാക്കും അകത്തോടി എന്ന് പറഞ്ഞത് പെണ്ണുങ്ങളെ ഒതുക്കാനും ഒന്നുമല്ല. കാരണം കണ്ണുമായിട്ട് ചിലത് വീട്ടിലേക്ക് കടന്നു വരും. അപ്പൻ്റെ ചങ്ക് പിടയ്ക്കുക, അമ്മയുടെ മനസ്സ് പിടയ്ക്കുക. അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ണുകൾ നീരോടെ പ്രാർത്ഥിച്ച അമ്മമാർ നമുക്കുണ്ടായിട്ടുണ്ട്. അന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവർ ഓർത്തില്ല ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. യെസ്, ഐ വോണ്ട് യു ടു നോ ദിസ്. നമ്മുടെ വല്യമ്മച്ചിമാരുടെ കാര്യം പറയുന്നു.
നസ്രാണി, നല്ല കുടുംബത്തിൽ തറവാടിത്തമുള്ള, അങ്ങൊന്നും ഇങ്ങൊന്നും വന്ന നമ്പൂതിരി മാറിയ നസ്രാണിയുടെ കാര്യം പറയുന്നു. അതും ഇതൊന്നും അല്ല. യു അണ്ടർസ്റ്റാൻഡ്? കറതീർന്ന നസ്രാണിയെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഒറ്റ പ്രാർത്ഥനയാണ്, എൻ്റെ ദൈവമേ, ഈ ദേശത്തിൻ്റെ നിയമം അനുസരിച്ച് മാറുമറയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷേ എൻ്റെയും എൻ്റെ പെൺമക്കളുടെയും മാനം സൂക്ഷിക്കണമെന്ന് ഏതോ ഒരു വല്യമ്മച്ചി പറഞ്ഞു, കരഞ്ഞു. എത്ര തലമുറകളായിട്ട് അത് നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ഇന്ത്യയിൽ ഞാൻ ആയിരിക്കുമ്പോൾ, അല്ല അമേരിക്കയിലായിരിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ സദാചാരം വളരെ നല്ലതാണ്. ചേർന്ന് സ്തോത്രം പറയാം. ഈ ശുശ്രൂഷയിലായിരിക്കും എനിക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഉള്ളിൽ ദുരാത്മാവ് വ്യാപരിച്ച് പരപുരുഷന്റെ പുറകെ പരക്കം പായുന്നവൾ നമ്മുടെ മധ്യത്തിലില്ല. ചേർന്ന് സ്തോത്രം പറഞ്ഞു. അതൊരു അനുഗ്രഹമാ. ഭർത്താവ് വീട്ടിലില്ലെങ്കിലും ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്ന ഭാര്യ എന്ന് പറയുന്നത് വലിയ സംഭവമാ. അതൊരു വിലയേറിയ മുത്ത. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് വല്യമ്മച്ചിയോ അപ്പച്ചനോ പ്രാർത്ഥിച്ച് കാണും, കർത്താവേ, എൻ്റെ കുഞ്ഞിന് പ്രായപൂർത്തിയായി, ഇതിലെ അവൻ വരും ഇവൻ വരും, ഇവനൊക്കെ വരുന്നത് വൃത്തികെട്ട കണ്ണുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. ആ കരച്ചിലെന്ന് ദൈവം കേട്ടു. സകലത്തിലും സകല തലമുറയ്ക്കും എല്ലാ പെൺമക്കൾക്കും ദൈവം ഇന്ന് മാനിച്ചിരിക്കുക. സ്തോത്രം അല്ലേ? എങ്ങനെയാണ് പെണ്ണുങ്ങളെ മാനിച്ചത് ദൈവം? ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിലെ ആദ്യത്തെ ഇമിഗ്രൻസ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടുതലും ആരാ വന്നത്? ദൈവം മാനിക്കും, ഭയങ്കരമായിട്ട് മാനിക്കും. എത്ര കുടുംബങ്ങൾ നേഴ്സുമാരെ കൊണ്ട് അമേരിക്കയിൽ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും മറക്കാനൊന്നും ഒക്കത്തില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ നീതിയാ. ഓടിയകത്ത് എന്ന് പറഞ്ഞ അപ്പന്മാർ സ്നേഹത്തോടായിരിക്കും പറഞ്ഞ് വിട്ടവളെ ആദ്യം ദൈവം വിട്ടത്. ദൈവത്തിൻ്റെ നീതിയായത്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ നേരിട്ട് നേഴ്സുമാരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കണക്ഷൻ എന്തെങ്കിലും കാണുമല്ലോ, ഇല്ലേ? വൈ? ഇത് ദൈവത്തിൻ്റെ നീതിയാ. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കിയ ലക്ഷണമാത്. അന്ന് ഏതോ വല്യമ്മച്ചി കലഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ പറയും എല്ലാറ്റിലും എന്ന് പറഞ്ഞപ്പോൾ തലമുറകളെ കണ്ട് എൻ്റെ ദൈവം അനുഗ്രഹിച്ചതാ. നമ്മളിതെങ്കിൽ തിരിച്ചറിയണം ദൈവമക്കളെ, തിരിച്ചറിയണം. ഞാനിത് പറയുന്നതിൻ്റെ പുറകിലൊരു വിഷയമാണ്. അമേരിക്കയുടെ ഏതാണ്ടൊക്കെ കണ്ടങ്ങ് മറന്നങ്ങ് നടക്കുന്ന ഒരു ജനത നമുക്ക് ചുറ്റിലുണ്ട്. അതിനകത്തൊന്നും പോയി പെടരുത്. അമേരിക്ക വന്നാൽ എൻ്റെ ഭാര്യയാ, എൻ്റെ മക്കള് എൻ്റെ മക്കളാ, അവർ നമ്മുടെ മക്കളാ, അവർ ദൈവത്തിൻ്റെ മക്കളാ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. ഞാനിത് 12 തീർക്കാൻ വിചാരിച്ച വേഗത്തിൽ പ്രാർത്ഥിച്ച് നിർത്താം. എല്ലാറ്റിലും എന്ന് പറയുമ്പോൾ തലമുറകൾ ഇനിയും വരാനുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം. നമ്മൾ കരഞ്ഞ് നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ ചെന്നാൽ നമുക്ക് കണ്ണെത്താവുന്നൊരു തലമുറയുണ്ട്, 3 or 4. ഓക്കെ, അത് കഴിഞ്ഞാലോ? ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നുപോലും, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നുപോലും നിൻ്റെ വരവ് വരെയും പിന്നീടും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാൻ അനുവദിക്കരുത്. ആ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രാർത്ഥിക്കണം. അതാ എല്ലാറ്റിലും എന്ന് പറയുന്നത്. ഒന്നിനെക്കുറിച്ചൊന്ന് പറയുമ്പോൾ എന്താ, ഈ ലോകത്തിൽ നമുക്ക് ചെറിയ ജോലി വേണം, ഒരു കാറ് വേണം, ഒരു വീട് വേണം, ഇങ്ങനെ ജീവിച്ചു പോകണം, അത്യാവശ്യത്തിന് കടമൊന്നും ഉണ്ടാകരുത്. ഇതൊക്കെയാണ് ആ ഒന്നിനെക്കുറിച്ചെന്നുള്ള ആ ഒരു ഫീലിംഗ്. അതിനകത്ത് പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. കർത്താവ് പറയും, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിച്ചുകൊള്ളുക. ഇന്ന് പകൽക്കാലവും കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. എന്നെക്കുറിച്ചല്ല കേട്ടോ, എന്നെക്കുറിച്ചല്ല എൻ്റെ ഭാരം, എനിക്ക് സഭയെക്കുറിച്ചാണ്. ഏത് ഭാരം? എനിക്ക് സഭയെക്കുറിച്ച് ഭാരമൊന്നുമില്ലെങ്കിലും എനിക്ക് ചില പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. കർത്താവിനോട് പറഞ്ഞാൽ, കീപ് മീ യുവർ ബർഡൻ, ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. പക്ഷെ നീ അന്വേഷിക്കേണ്ടത് ഇതല്ല. നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നത് എന്തോ, കർത്താവ് വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ പുറകെ നമ്മൾ പോകും. എടാ, നീ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് അത് ഇന്ന് തൊട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യാൻ പോയി. നാമത്തിൽ നമ്മളെല്ലാറ്റിലും ഇതേക്കുറിച്ച് നമ്മൾ കൺസേൺ ആകുമ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളം അറിയാം, ആത്മാവുള്ളവരാ, നിങ്ങൾ പരിജ്ഞാനമുള്ളവരാ. നോക്കിക്കേ, എല്ലാ കാര്യത്തിലും എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു, പ്രാർത്ഥനയും അപേക്ഷയും. എന്നാൽ ഇതിൻ്റെ ഉത്തരം എന്താ? നോക്കിക്കേ, 7ാമത്തെ വാക്യം, സകല വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ ബുദ്ധിയെയും കഴിയുന്ന. നമ്മൾ എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവം തരുന്ന സമാധാനം. നമുക്ക് ചില സമയത്ത് അറിയത്തില്ല വൈ, നമുക്ക് അറിഞ്ഞുകൂടാ.
എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പറയും, കർത്താവ് ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ച് A+B=C ആണെങ്കിൽ C-B=A ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് കർത്താവ് പറയും ജസ്റ്റ് റെസ്റ്റ്. ഉണ്ടായിരിക്കും ഞാൻ ചെയ്തത്. നമ്മളെല്ലാ കണക്കൂട്ടത്തില്ല. നമ്മളിപ്പോൾ ഒരു വീട് മേടിക്കാനാണെങ്കിൽ നമ്മൾ ഇത്ര ഡൗൺ ഇടണം, അത്ര ഇടണം, അപ്പോൾ ഡൗൺ എവിടുന്ന് കിട്ടും, എവിടുന്ന് കിട്ടും, ഇങ്ങനെ ചിന്തിച്ച് അപ്പം മോർട്ട്ഗേജ് എങ്ങനെ അടയ്ക്കും, ഇതെല്ലാം ചിന്തിച്ച് കർത്താവ് പറഞ്ഞ് ഇങ്ങോട്ട് തന്നേരും, ഞാൻ ചെയ്തോളാം. ഹല്ലേലൂയ, ഞാൻ ചെയ്തോളാം, നീ ഞാൻ പറഞ്ഞത് ചെയ്യ്. കർത്താവിനോട് ഒന്നുമല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നിടത്ത് സകലത്തെക്കുറിച്ച് കർത്താവ് നമ്മുടെ ലക്ഷ്യം അങ്ങോട്ട് പോയതിനു ശേഷം കർത്താവ് പറയുന്നത് സകല ബുദ്ധിയെയും, ആദാമിൻ്റെ സമയത്തുണ്ടായിരുന്ന ബുദ്ധിയേക്കാൾ, എല്ലാ കാലഘട്ടത്തിൻ്റെ ബുദ്ധിയേക്കാളും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ബുദ്ധിയുണ്ട്. അറിയാം, എല്ലാ കാലഘട്ടത്തിൻ്റെ ഒരു ബുദ്ധിയുണ്ട് കേട്ടോ. എല്ലാ കാലഘട്ടത്തിലും ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ലോകം എങ്ങനെ പോകണം, ലോകം എങ്ങനെ ഭരിക്കപ്പെടണം, കാര്യങ്ങൾ എങ്ങനെ നടത്തപ്പെടണം, ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഒരു ബുദ്ധിയുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ സമാധാനം അതിനേക്കാളൊക്കെ വലുതാണ്. നമ്മുടെ വല്യമ്മച്ചമാർ ഒരുപക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ അവരൊരിക്കലും നമ്മൾ അമേരിക്ക വരുമെന്നോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സഭ നടുവെന്നോ ഒന്നും അവർ ചിന്തിച്ച് കാണത്തില്ല. They never thought that. പക്ഷെ അവരെ ഭരിച്ചിരുന്ന ക്രിസ്തുവിൽ അവരായതുകൊണ്ട് അവരെ ഭരിച്ച സമാധാനം ഇപ്പോഴും നമുക്ക് ഉണ്ട്. നാളെ അമേരിക്കയുടെ ഒരു 10 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞാൽ ആ ബുദ്ധി മാറും, ലോകത്തിൻ്റെ ബുദ്ധി മാറും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ കേരള ചരിത്രത്തിൽ നിന്നൊരു കാര്യം പറയട്ടെ. ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിന്ന പേരുകളൊന്നും ഇപ്പോൾ ഇല്ല. ശ്രദ്ധിച്ചോ? ഒരു സമയത്ത് നിങ്ങൾക്ക് പേരുകൾ അറിയാമല്ലോ. ഇന്നാരുടെ പുത്രനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കുന്നു, മറുവശത്ത് തലശ്ശേരിക്കാരനായ വേറെ മുഖ്യമന്ത്രി എഴുന്നേൽക്കുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം, അന്നത്തെ പ്രശ്നങ്ങളും ഇതെല്ലാം ഇപ്പം ഇല്ല. ഇപ്പം പുതിയ ആൾക്കാർ. ലോകം മാറിക്കൊണ്ടേ ഇരിക്കുക, ദൈവം മാറത്തില്ല, സമാധാനം മാറത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വെളിപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മാറ്റാൻ പോവാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.